ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബൈക്കിൽ ഒരു വയർലെസ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത്. ബോബോ എന്നൊരു ബ്രാൻഡിൻ്റെ വയർലെസ് ചാർജറോട് കൂടിയിട്ടുള്ള ഒരു ബൈക്ക് മൊബൈൽ ഹോൾഡറാണ്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളിൽ കിട്ടിയ ബോക്സ്. ഇത് ഇവിടെ നമുക്ക് ബോബോ ജോഗ്രിപ്പ് ബൈക്ക് ഫോൺ ഹോൾഡർ വിത്ത് ഫാസ്റ്റ് 15 വോൾട്ട് വയർലെസ് ചാർജർ. പിന്നെ ഈ ഒരു ഇത് യൂണിവേഴ്സൽ ഫോർ 4 to 6.5 ഇഞ്ച് സ്ക്രീൻ വരെയുള്ള മൊബൈൽസിന് ഇത് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ 1 ഇയർ വാറൻറ്റി നമുക്കിവിടെ കാണാം. 360 ഡിഗ്രി റൊട്ടേഷൻ, യൂണിവേഴ്സൽ ഫിറ്റ്, ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതിൻ്റെ മെയിൻ. ഇതിൽ ഫുള്ളി വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് സ്വിച്ചൊക്കെ ഫുള്ളി സിലിക്കൺ കോട്ടിലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 5,999 ആണ് നമുക്ക് MRP റേറ്റ് കാണിക്കുന്നത്. അതായത് 6,000 റുപ്പീസാണ് MRP റേറ്റ് കാണിക്കുന്നത്. പക്ഷേ അത്ര ഒന്നും റേറ്റ് ആയിട്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം എത്ര കറക്റ്റ് റേറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു ബോക്സിലുള്ള കണ്ടൻസ് മെയിൻ യൂണിറ്റ് ഉണ്ടാകും. പിന്നെ നമ്മളെ സൈഡ് മിറർമ കൊടുക്കാനുള്ള ഒരു മൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെയർ ഫ്യൂസ്, ഒരു അല്ലങ്കി ഉണ്ടാവും. പിന്നെ ഒരു ഹാൻഡിൽമ കൊടുക്കാനുള്ള ഒരു ബാറ്, അത് 2 സൈസിലുള്ളത് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇത് റിമൂവ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് കാണാം. ഈ ഒരു കവറിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിലൊരു 3Mൻ്റെ ഒരു ടാപ്പ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ബാർമ മൗണ്ട് ചെയ്യണ 2 മൗണ്ട് കാണാം. 2 സൈസിലുള്ള മൗണ്ട് കേട്ടോ. ഇത് ചെറിയ സൈസ് ഹാൻഡിൽസിനുള്ളതും ഇത് വലിയ ഹാൻഡിലിനുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു എല്ലങ്കിയും കാണാം. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു സാധനം നമ്മൾ സൈഡ് മിററിൻ്റെ ഒരു സ്ക്രൂമ കൊടുക്കുന്ന ഒരു മൗണ്ടാണ്. ഇത് 2 രീതിക്ക് നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർമ ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ സൈഡ് മിറർമ വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഏതായാലും ഈ ഒരു അൺബോക്സിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയേക്കാം. ഇനി നമ്മളെ പ്രൊഡക്റ്റ്, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. ബോബോൻ്റെ വയർലെസ് ചാർജിങ് ഉള്ള ഒരു ജോഗ്രിപ്പ് മൗണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് കാണാം ഉണ്ടോ, ഇവിടെ വയർലെസ് ചാർജിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോബോൻ്റെ ഡിസൈൻ ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ റൈറ്റിങ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഈ വയർലെസ് ചാർജിങ്ങിൻ്റെ യൂണിറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്ക്രൂ കാണാം. നല്ലൊരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ക്രൂ ആണ്. നിങ്ങൾക്ക് കാണാം. ഇത് എന്തിനാ യൂസ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത് അങ്ങനെ ഓപ്പണായി വരും. നിങ്ങൾക്ക് കാണാം ഉണ്ടല്ലോ, അതിങ്ങനെ ഓപ്പണായി വരും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫോൺ ഇതിലൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റൻ ചെയ്യലാണ്. അപ്പോൾ ഫോൺ അവിടെ പക്ക ഫിറ്റായിട്ട് അങ്ങനെ നിൽക്കും. നല്ലൊരു ഇതിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് വർക്കിംഗ് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു വയർ വരുന്നത് ഇത് നമുക്ക് ഒന്നെങ്കിൽ നമ്മളെ ബാറ്ററിൻ്റെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നിഷന്മ കൊടുത്താലും മതി. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞത് ആ സ്വിച്ചിൻ്റെ കാര്യം. ഫുള്ളി സിലിക്കോണിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. ഫുള്ളി വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു മൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു മൗണ്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ ഫിറ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ബൈക്കിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ ഒരു മൊബൈൽ ഹോൾഡർ നമ്മൾ ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടോ. നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതുള്ളൂ. ഞാനിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹാൻഡിൽ ബാറിൽ ഈ ഒരു മൗണ്ട് ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു റിങ് ഹാൻഡിൽ ബാറിൽ കൊടുത്തതിന് ശേഷം ഈ ഒരു അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബോളിൽ നമ്മൾ ഈ ഒരു റിങ് കണ്ടല്ലോ, ഈ റിങ് ഇൻസേർട്ട് ചെയ്തെടുത്ത് ഈ മെയിൻ യൂണിറ്റിൻ്റെ ഈ ഒരു ഹോള് അങ്ങനെ നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള പണി നമ്മളെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിങ് കണ്ടോ, ഈ ഒരു റിങ് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. കുറേ ഒന്ന് ടൈറ്റൻ ചെയ്യാണ്ടാവും, നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി പക്ക ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സൈഡ് മിററിൻ്റെ ഈ ഒരു ബോൾട്ടിൽ നമുക്ക് മൗണ്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നും കൂടിയും ഈ സൈഡ് മിററിൻ്റെ ബോൾട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു ഹാൻഡിൽ ബാർമ മൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഫിറ്റായി. ഇനി ഇതിൻ്റെ ഒരു വയർ യൂണിറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇതിനുള്ളിലൂടെ കൊടുത്തിട്ട് നേരെ ഈ ഒരു ഇഗ്നിഷൻ യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ബൈക്കിൽ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഡയറക്റ്റ് ബാറ്ററിമേ കണക്ഷൻ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ അഥവാ ഈ ഒരു സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫുൾ ടൈം ഡയറക്റ്റ് ബാറ്ററിമേ കണക്ഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം വർക്കിങ്ങിലായതുകൊണ്ട് ബാറ്ററി ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഡിവൈസ് ഫുൾ ടൈം റണ്ണിങ്ങിലാവും നമ്മൾ ഓഫ് ആക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിമേ കണക്ഷൻ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇഗ്നിഷൻ യൂണിറ്റുമേ കണക്ഷൻ കൊടുക്കുക. അത് നമ്മൾ ഏതൊരു വർക്ക്ഷോപ്പിൽ പോയാലും അവർ ചെയ്തു തരും. നമ്മൾ ഇഗ്നിഷൻ യൂണിറ്റിൽ നമ്മളൊരു പവർ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുക്കുക. അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഗ്നിഷൻ കീ ഓൺ ആക്കിയാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അതാണ് മാക്സിമം ബെറ്റർ ചെയ്യാൻ. ഡയറക്റ്റ് ബാറ്ററിമേ കണക്ഷൻ കൊടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ബാറ്ററി അഥവാ ഇനി ഇത് മറന്നാൽ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇഗ്നിഷൻ യൂണിറ്റുമേ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക.
അപ്പോൾ ഇതാണ് നമ്മൾ ആ സിലിക്കണിൽ കോട്ടഡ് ആയിട്ടുള്ള ആ സ്വിച്ച് വരുന്നത്. നമുക്കിവിടെ ഓണും ഓഫും കാണാം. ഇപ്പോൾ കറൻ്റ്ലി സ്വിച്ച് ഓഫിലാണുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കണം. ഈ ഒരു സ്വിച്ച് സിലിക്കണിൽ കോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു റിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നല്ല ഗ്രിപ്പുള്ളൊരു റിങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മളെ ഫോൺ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത ഉടനെ നമ്മളെ വയർലെസ് ചാർജറിൽ നമ്മളെ ഫോണിൻ്റെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബോബോൻ്റെ മൊബൈൽ ഹോൾഡർ നമ്മളെ എക്സ്ക്രിപ്പ് മൊബൈൽ ഹോൾഡറിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ എക്സ്ക്രിപ്പ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൽ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നമാണ് നമ്മളെ മൊബൈൽസിൻ്റെ ബട്ടൺസിൻ്റെ കാര്യം. നമ്മളെ ബോബോയിലാവുമ്പോൾ ഈ ഒരു ഹോൾഡിംഗ് ഗ്രിപ്പ് താഴെ വരുന്നതുകൊണ്ട് ബട്ടൺസ് എല്ലാം ഫ്രീ ആണ്. പക്ഷേ എക്സ്ഗ്രിപ്പിലാവുമ്പോൾ ഈ ഒരു ബട്ടൺസിൻ്റെ മേലെ കൂടെയാണ് ഈ ഒരു ഹോൾഡിംഗ് ഗ്രിപ്പ് വരുന്നത്. അപ്പോൾ ബട്ടൺസ് എല്ലാം പ്രസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺസ് ഇങ്ങനെ പ്രസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബട്ടൺസ് ജാമായി പോകാനുള്ള അവസ്ഥ വരുന്നുണ്ട്. കുറേ പേരുടെ ഫോൺ ഈ ഒരു ബട്ടൺസ് ഇങ്ങനെ പ്രസ് ആയിക്കൊണ്ടിരുന്നിട്ട് ബട്ടൺസ് ജാമായി പോയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതാണ് വേറെ എക്സ്ഗ്രിപ്പിൻ്റെ മെയിൻ പ്രശ്നം. നമ്മളൊരു 80 സ്പീഡ് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഇയാളിത് ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ടേൺ ചെയ്താണ് നമ്മൾ ഒറ്റ വികലാണ് ഫോൺ കണ്ടത്. എക്സ്ഗ്രിപ്പ് എന്ന ഫോണാണ് തെറിച്ച് പോവുക ചെയ്തത്. അപ്പോൾ ഒരു ഹൈ സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൻ്റെ പൊടി പോലും കിട്ടില്ല ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ഫോൺ നമ്മൾ അത്രയും റേറ്റ് കൊടുത്ത ഫോൺ എത്രത്തോളം ഈ ഒരു എക്സ്ഗ്രിപ്പ് സേഫാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ഗ്രിപ്പ് മാറ്റിയിട്ട് ബോബോ വാങ്ങിയിട്ടുള്ളത്. ബോബോയിൽ നമ്മളെ ഫോൺ 100% സേഫാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കണ്ടില്ല, ഒരു വൈബ്രേഷൻ പോലും ഇല്ലാതെ 100% സേഫാണ് നമ്മളെ ബോബോയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ബോബോഗിയേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളെ സൈറ്റിൽ ഇതിൻ്റെ MRP റേറ്റ് കാണിക്കുന്നത് 3000 റുപ്പീസാണ്. പക്ഷേ നമ്മൾ MT20 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 600 റുപ്പീസ് ഓഫ് കിട്ടിയിട്ട് നമുക്ക് 2400 റുപ്പീസാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ ഈ ഒരു സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വയർലെസ് ചാർജർ മാത്രമല്ല വരുന്നത്, നമ്മളെ USB ചാർജർ, അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് USB ചാർജർ ഉള്ളതോ വയർലെസ് ചാർജർ ഉള്ളതോ അതോ ചാർജർ ഇല്ലാത്തതോ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. All we talk about is checks.